ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് വിശേഷണങ്ങളും ആ വിശേഷണങ്ങൾ വിശേഷിപ്പിച്ച വ്യക്തിയെ കുറിച്ച് പഠിച്ചാലോ. കാഞ്ചനക്കൂടിൻ്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണ്ണക്കിളി. വള്ളത്തോളിനെ കുറിച്ച് ഡോക്ടർ എം ലീലാവതി. ദിവ്യകോകിലം ആശാനെക്കുറിച്ച് ഡോക്ടർ എം ലീലാവതി. ഓർഫ്യൂസ് ചങ്ങമ്പുഴ ഡോക്ടർ എം ലീലാവതി. ഗദ്യത്തിലുള്ള ഒരു സ്നേഹോപനിഷത്താണ് തകഴിയുടെ ചെമ്മീൻ. ഡോക്ടർ എം ലീലാവതി. വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രമാണ് ആശാൻ. ജോസഫ് മുണ്ടശ്ശേരി. കൈരളി പദ്യസാഹിത്യത്തിലെ പ്രഭാത നക്ഷത്രമാണ് രാമചരിതം. പി വി കൃഷ്ണൻ നായർ. മുണ്ടയ്ക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി. കുട്ടിക്കൃഷ്ണമാരാർ. മുണ്ടശ്ശേരി മലയാളത്തിലെ ചാർട്ടേഡ് അക്കൗണ്ട്. കെ എം ജോർജ്. പുതുമലയാൻമതൻ മഹേശ്വരനാണ് എഴുത്തച്ഛൻ എന്ന് വിശേഷിപ്പിച്ചത് വള്ളത്തോളാണ്. തെക്കൻ പാട്ടുകളിൽ നടുനായകം വഹിക്കുന്ന കൃതി രാമകഥാപാട്ടാണ് എന്ന് പറഞ്ഞത് ഉള്ളൂർ. പക്ഷിയുടെ ആത്മാവുള്ള കവി OMV കുറിച്ച് PV വേലായുധപിള്ള പറഞ്ഞത്. അനുഭവങ്ങളുടെ ഹിമാലയം കോവിലനെ കുറിച്ച് MN വിജയൻ. പ്രണയത്തിൻ്റെ അതര സിന്ദൂരം കൊണ്ടെഴുതിയ കഥ ഗൗരിയെക്കുറിച്ച് KP അപ്പൻ. നമ്മുടെ ചെറുകഥാ സാഹിത്യത്തിലെ ഏകാന്ത വിസ്മയമാണ് K സരസ്വതി അമ്മ. GN പണിക്കർ പറഞ്ഞത്. ഉത്തരാധുനികത അട്ടിമറിയുടെ സാഹിത്യമാണ്. KP അപ്പൻ. കുമാരനാശാൻ മലയാളത്തിൻ്റെ വാൽമീകിയും ചിന്താവിഷ്ടയ സീത ആശാൻ രചിച്ച സീതായനവുമാണ് എന്ന് പറഞ്ഞത് സുകുമാർ അഴീക്കോട്. കൈരളിയുടെ കർണപുണ്യമാണ് കർണഭൂഷണം. സഞ്ജയൻ. ആത്മഘാതിയായ കവിയായിരുന്നു ഇടപ്പള്ളി. കുട്ടിക്കൃഷ്ണമാല. മലയാള സാഹിത്യത്തിലെ മൗന നൊമ്പരമാണ് എന്ന് പറഞ്ഞത് TA രാജലക്ഷ്മി. ഗണികാവർണ്ണനപരമായി കാവ്യങ്ങളുടെ ഉത്സവവേളയിൽ ഉണ്ടായ ഒടുക്കത്തെ കൂട്ടവെടിയാണ് ചന്ദ്രോത്സവം എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ എം ലീലാവതി. കാടായി തീർന്ന ഒറ്റമരത്തിൻ്റെ ആത്മകഥയാണ് ബഷീറിൻ്റെ സാഹിത്യം എന്ന് പറഞ്ഞത് MN വിജയൻ.